ചേട്ടാ ദേ ആ പോയതിന്റെ കൂട്ടുകാരിയാ. കടയിൽ വന്ന് ബഹളം വെച്ചത് മോള് കണ്ടില്ലേ? പോലീസിനെ വിളിക്കും, എന്നെ ജയിലിലാക്കും എന്നൊക്കെയാ പറഞ്ഞിട്ട് പോയത്. പെൺകുട്ടി ആയതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാതെ വിട്ടത്. സോറി ഏട്ടാ, ആ മരുന്നും തരണം. ശരി. ഈ മരുന്ന് ആർക്ക് കൊടുക്കാനാ? എന്റെ ഇത്തയ്ക്ക് വേണ്ടിട്ടാ. ഒറ്റ മിനിറ്റ്. ആ ദാ 250 രൂപ. താങ്ക്സ് ഏട്ടാ. ശരി. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യമല്ലേ? ആ പെങ്കൊച്ച് ഏട്ടത്തേമ്മയ്ക്ക് വേണ്ടിയൊന്നും അല്ല മരുന്ന് വാങ്ങി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവിടെ അടുത്ത് കട നടത്തുന്നതാ. അവൾ ആ നന്ദന ഹോസ്റ്റലിലാ താമസം. അവളെ കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ല. അത് അവൾക്ക് വേണ്ടി തന്നെയായിരിക്കും. ഇത് വല്ലാത്ത നശിച്ചൊരു കാലഘട്ടം തന്നെയാ. പെൺപിള്ളേരെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ ഏട്ടാ. ചേട്ടാ മരുന്നെടുക്ക്, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഇപ്പൊ തരാം. ഓ. മരുന്ന് വാങ്ങാൻ പോയ ഐഷയെ സൗന്ദര്യം കാണുന്നില്ലല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണൂ. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. നീ ഒന്ന് ഐഷയെ വിളിച്ചേ. ശരി, ഞാൻ അവളെ വിളിക്കാം. പാറു, നിനക്ക് മരുന്ന് ഏത് ഡോക്ടർ എഴുതുന്നത്? അയാൾക്ക് ഒരു വിവരവും ഇല്ല. ഇനി അയാളെ കാണാൻ പോവണ്ട, വേറെ ഏതെങ്കിലും വിവരമുള്ള ഡോക്ടറിനെ കാണാൻ പോവാ. എന്താ പറ്റിയത് സൗന്ദര്യ? ഞാൻ ആ പേപ്പർ കൊടുത്ത് മരുന്ന് തരാൻ പറഞ്ഞപ്പോ അയാള് പറയാ ഇത് ഗർഭിണികൾ കഴിക്കേണ്ട മരുന്നാണെന്ന്.